നമ്മുടെ മക്കൾ അവധിയിൽ വീട്ടിലുണ്ടാകുന്ന സമയത്തെങ്കിലും നമ്മുടെ മക്കളോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കാൻ മാതാപിതാക്കൾ അവസരമുണ്ടാക്കണം. ആൺകുട്ടികളെ പള്ളികളിലേക്ക് പറഞ്ഞയക്കണം. പെൺമക്കളുണ്ടെങ്കിൽ ഉമ്മമാരുടെ കൂടെ നിന്ന് നിസ്കരിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മക്കൾ നല്ല വായനാശീലമുള്ളവരാകണം. കാലം എത്ര കഴിഞ്ഞാലും വായനാശീലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നല്ല പുസ്തകം അല്ലെങ്കിൽ 2 പുസ്തകങ്ങൾ ഈ അവധിക്കാലത്ത് വായിച്ചു തീർക്കുക ുള്ള പ്രചോദനം നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ടതുണ്ട്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് എഴുത്തുകൾ ലോകത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. പുതിയത് വായിക്കാനേറെയുണ്ട്, പഠിക്കാനേറെയുണ്ട്, അറിയാനേറെയുണ്ട്, ചിന്തിക്കാനേറെയുണ്ട്. ആ വിഷയങ്ങളിലേക്ക് നമ്മുടെ മക്കളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയും നമ്മുടെ മക്കൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുകയും ഒരു ദിവസം കുറഞ്ഞ സമയം പുസ്തകങ്ങൾ വായിക്കാൻ, ആനുകാലികങ്ങൾ വായിക്കാൻ, പത്രമാധ്യമങ്ങൾ വായിക്കാൻ, പുതിയ കാലത്തിന്റെ ചുറ്റുപാടുകളെ അറിയാൻ പറ്റുന്ന പാകത്തിലുള്ളവരായി മാറാൻ നമ്മുടെ മക്കളെ നമുക്ക് പ്രേരിപ്പിക്കാൻ കഴിയും. അതുപോലെ അവർക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരൽപ്പം നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ. ഈ 60 ദിവസം സ്കൂളുകളിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളാണ്. വേറെ വലിയ അധ്വാനങ്ങളൊന്നുമില്ല. ഒരൽപ്പം നേരത്തെ എഴുന്നേറ്റ് ഒരു 4:30 എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മുടെ മക്കളെ നമുക്ക് പര്യാപ്തമാക്കിയെടുക്കാം, പ്രാപ്തമാക്കിയെടുക്കാം. ആ മക്കൾ ആ നേരത്തെ എഴുന്നേൽക്കുന്നത് തുടർച്ചയായി 2 മാസം ഒരുപോലെ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ പിന്നീട് അവർക്ക് പഠിക്കാനുള്ള, പിന്നീട് അവർ പഠിക്കുന്ന പഠനത്തിന്റെ മേഖലകളിലേക്ക് കടക്കുമ്പോൾ അതിരാവിലെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഠിക്കാൻ ഏറ്റവും നല്ല സമയം അതിരാവിലെയാണ്. ആ രാവിലെ എഴുന്നേൽക്കാൻ അവർക്കൊരു പ്രയാസവും ഉണ്ടാവില്ല. തുടർച്ചയായി 60 ദിവസം തഹജ്ജുദ് നിസ്കരിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠന മേഖലയിലേക്ക് കടന്നാലും അവന് തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതുപോലെ ളുഹാ നിസ്കരിക്കാൻ അവനെ നമ്മൾ പഠിപ്പിക്കുക. നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ പരിപാലിക്കാൻ ഈ ചിട്ടകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കാലം അത് ഈ വെക്കേഷൻ കാലമാണ്.